പതിവ് പോലെ രാവിലെ തന്നെ ഞാൻ എന്റെ ജോലി തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇന്നാണെങ്കിൽ ചില കസ്റ്റമേഴ്സിനെ കാരണം തലവേദനയായിരുന്നു. പ്രത്യേകിച്ച് ചില ഗേൾസിന് സ്വന്തം വീടിന്റെ വഴി പറഞ്ഞു തരാൻ പോലും അവർക്കറിയില്ല. ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അവിടെ നിന്ന് മുകളിലോട്ട്. കുറച്ചൊക്കെ കിടന്ന് കറങ്ങിയതിനു ശേഷം ഒരു ഗ്ലാസ് മോര് കുടിച്ച് ഞാൻ ക്ഷീണം അങ്ങ് മാറ്റി. ഇനിയിപ്പോ കുറച്ച് ജോലി മാത്രമേ പെൻഡിങ് ആയിട്ടുള്ളൂ. ആരും കണ്ടില്ലെന്ന് വിചാരിച്ച് 2 ചെറിയ കുറച്ചപ്പോഴേക്കും അവിടെ നിന്ന് എല്ലാം ഒരാൾ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് കുറച്ച് മഴയും പെയ്തു. അങ്ങനെ ഇന്നത്തെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി നന്നാട്ടുകാർ എത്തിയപ്പോഴാണ് ഒരു പഴയകാല ആംബിയൻസിലുള്ള ഒരു ഹോട്ടൽ ഞാൻ കണ്ടത്. ഇവിടെ മീൻ ഉൾപ്പെടെ ഊണിന് വെറും 80 രൂപ മാത്രമേ ആവുന്നുള്ളൂ. ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം കഴിഞ്ഞാൽ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. ഒന്ന് ഫ്രഷ് ആയി ഞാനിപ്പോ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ള പ്ലാനിലാണ്. വീട്ടിലിരുന്ന് പോസ്റ്റ് ആവണേക്കാളും ഇതാണ് നല്ലത്. എങ്ങോട്ട് പോകും എന്നുള്ള കാര്യം ഇനി പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പട്ടത്ത് നിൽക്കുന്ന കാര്യം പറഞ്ഞു. ഞാൻ ഒരു ചായയും കുടിച്ച് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെയിറ്റ് ചെയ്തു. 2 ക്യാമറയിൽ നോക്കി ക്യൂട്ട്നെസ് ഇട്ടുണ്ടെന്നപ്പോഴാണ് ഇവിടെ ഒരാൾ എന്നെ നോക്കി ചിരിക്കുന്നത് ഞാൻ കണ്ടത്. അപ്പോഴേക്കും എന്റെ ഫ്രണ്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ഷവർമയൊക്കെ കഴിച്ച് അവിടെ നിന്ന് പിരിഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ പോയത് തുമ്പ ബീച്ചിലേക്കാണ്. എന്തുകൊണ്ടെന്നറിയില്ല, ഇന്ന് ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ കുറച്ചു നേരം ബീച്ചിലൂടെ നടക്കാമെന്ന് വിചാരിച്ചു. 5 മണിയെ കഴിഞ്ഞിട്ടും വെയിലിന്റെ പവറിന് വലിയ കുറവൊന്നുമില്ല. എന്നാലും ഇന്നിവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല വൈബായിരുന്നു. ഇവിടെ ഇരുന്ന് സൺസെറ്റ് ഒക്കെ കണ്ടതിന് ശേഷം ഒരു 7:30 ആയപ്പോൾ ഞാൻ അവിടെ തിരിച്ചു. വെഞ്ഞാറമൂട് എത്തിയപ്പോൾ ദേ ഒരു തട്ടുകട. ഇനിയിപ്പോ ദോശ കഴിച്ചിട്ട് വീട്ടിൽ പോവാം.